തായ്ലൻഡിൽ നിന്ന് മേടിച്ച വേറൊരു ഒരു കുഞ്ഞ് സ്മോൾ ചെയിനാണിത്. ഇതിൽ നല്ലൊരു ബട്ടർഫ്ലൈ പെൻഡൻറ്റ് വന്നിട്ടുണ്ട്. ഇതും പ്ലാറ്റിനം മോളിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. 20 തായ് ബാത്തോ മറ്റോ ആണ് ഇതിനായുള്ളൂ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഗോൾഡും സിൽവറും റോസ് ഗോൾഡും ഉണ്ടായിരുന്നു. ഞാൻ ഈ റോസ് ഗോൾഡാണ് സെലക്ട് ചെയ്തത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെയിനാണ്. കമ്മലൊന്നുമില്ല, ചെയിൻ മാത്രം. അതിൽ ഒരു ചെറിയ ബട്ടർഫ്ലൈ പെൻഡൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് തായ്ലൻഡിലെ ഒരു ഫേമസ് പെയിൻ ബാമാണിത്. ഇത് അവിടെ എല്ലാ ഷോപ്പിലും തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. ഇതിൻ്റെ വലുതും ചെറുതും അങ്ങനെ പല പല സൈസിൽ പാക്കറ്റായിട്ട് ഒരു 10, 20, 30 പാക്കറ്റുകൾ, ഇതിൻ്റെ തന്നെ ഒരു 30 പീസ് അടങ്ങിയ ഒരു പാക്കറ്റായിട്ടും അതിൻ്റെ വലുതും ചെറുതുമായിട്ട് അങ്ങനെ ഒരുപാടാണ് കാണാൻ. ഇതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആണ്. ഞാൻ സിംഗിൾ പീസാണ് മേടിച്ചത്. പല ഷോപ്പിലും ചോദിച്ചപ്പോൾ അവരിത് പാക്കറ്റായിട്ടേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഷോപ്പിൽ നിന്ന് മാത്രം എനിക്കിതിൻ്റെ സിംഗിൾ പീസ് കിട്ടി. കണ്ടോ, പ്രൊട്ടക്റ്റ് ഓഫ് തായ്ലൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊരു ഹെർബൽ ഇൻഹെയിലറാണ്. ഇത് നമ്മൾ വിക്സ് പോലെ അല്ലെങ്കിൽ ടൈഗർ ബാം പോലെയാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇതൊരു ഇൻഹേലർ പർപ്പസ് മാത്രമാണ്. ടു റിലീഫ് ഡിസിനസ്, കോൾഡ് ആൻഡ് ഹെഡ് ഏക്ക് എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കവറിൽ ഇതിൻ്റെ കുറേ ഹെർബ്സ് ഇട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ സ്മെല്ല് ചെയ്താൽ കോൾഡും ഡിസിനസിനും ഒക്കെ നല്ല ആശ്വാസം കിട്ടും. എന്താ പറയുക, നമ്മൾ കോൾഡൊക്കെ ഉള്ളപ്പോൾ മൂക്ക് അടഞ്ഞിരിക്കുമ്പോൾ മൂക്ക് ഓപ്പൺ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. നല്ലൊരു മണമാണ്, നല്ല ഹെർബ്സിൻ്റെ മണമുണ്ട് ഇതിന്. ഇത് ഞാനൊരു ട്രാവൽ ഫ്രണ്ട്ലി പാക്കാണ് എടുത്തത്, ഏറ്റവും ചെറിയ പാക്ക്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും ഹാൻഡ് ബാഗിലൊക്കെ കൊണ്ടു നടക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സ്മെല്ല് ചെയ്താൽ മാറും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് തായ്ലൻഡിലൊരു ഫേമസ് ആയിട്ടുള്ള ഇൻഹേലർ തന്നെയാണ്. കാരണം അവിടുത്തെ എല്ലാ ഷോപ്പിലും ഇത് വെച്ചിട്ടുണ്ട്. എല്ലാ ഷോപ്പിലും തന്നെ ഇത് കാണാൻ സാധിക്കും നമുക്ക്.